എന്തെങ്കിലുമൊക്കെ പേരിനൊരു അർത്ഥം വേണമല്ലോ എന്ന് വിചാരിച്ച് വിൻസി. എന്റെ പേര് സ്വയം സ്വീകരിച്ചു. ആഫ്റ്റർ ദാറ്റ് മമ്മൂക്ക അങ്ങനെ ഒന്ന് വിളിച്ചു എന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഇനി അങ്ങനെ ആൾക്കാർ വിളിച്ചാൽ മതി. വോട്ടർ പട്ടികയിലും അങ്ങനെ തന്നെയാണ്. ഈ കഥ കേട്ട് പലരും കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ചെയ്തപ്പോ ആ മമ്മൂക്കയാണ് എന്ന് പറഞ്ഞിട്ട് സി എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി എഴുതി. അത് മാത്രമായിട്ട് വിൻസി അപ്പം ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത് ഫിലിം ഫെയറിന്റെ സമയത്താണ് മമ്മൂക്കാനെ നേരിട്ട് കണ്ടത്. സംസാരിക്കുന്നതിനിടെ ഞാൻ ചോദിച്ചു, ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. സോറി, ആള് മാറിപ്പോയി. സാറിനെ പോലെ തന്നെ വേറൊരു കള്ളനുണ്ട്. സോറി കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ മമ്മൂക്കല്ലേ എന്നെ വിൻസിന്ന് വിളിച്ചേ. പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞു, അല്ല എന്റെ നമ്പർ വേണമെങ്കിൽ ജോർജേട്ടനോട് ചോദിച്ചാൽ മതി, ജോർജേട്ടൻ തരും. നീ എന്നെ ചതിക്കുകയായിരുന്നു. അല്ല, ചെറ്റ വർത്താനം പോരല്ലേ, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ അപ്പം ഇത്രയും കാലം ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന മമ്മൂക്കല്ല. ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കുമ്പോണ്ടല്ല എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. പത്ര കഴിഞ്ഞ് നമുക്ക് വെള്ളത്തിൽ കയറാം. കൊല്ലുകയാണ് നിന്നെ ഞാൻ.